നമസ്കാരം. പൊതുവേ നമ്മുടെ ആഹാരത്തിൻ്റെ പല പ്രശ്നങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനം കൃത്യമായി പലപ്പോഴും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വയറ്റിൽ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ദഹനം കൃത്യമായി നടക്കണം, അതുപോലെ തന്നെ മലശോധന കൃത്യമായി നടക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് പരിചയപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പേര് താടാസനം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതൊന്ന് കണ്ടു നോക്കാം. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം, പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കാലുകൾ ചേർത്ത് വെച്ചു. കാൽ പത്തികൾ വളരെ ചേർന്നിരിക്കണം. കാൽ നേരെ നിൽക്കണം, നട്ടൽ നേരെ ആയിരിക്കണം. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ട് വശങ്ങളിൽ പോകും. തോളിന് നേരെ വന്നതിന് ശേഷം നമ്മൾ ആ ശ്വാസം ഒന്ന് റിലീസ് ചെയ്യുക. കൈകൾ മലർത്തും. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും കൈകൾ പൊക്കുക. കൈകൾ നമ്മുടെ കൈയുടെ മസിൽ ചെവിയോട് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു നമസ്കാരത്തിൽ കൈകൾ തൊഴുന്ന രീതിയിൽ വരിക. അതിനുശേഷം കൈവിരലുകൾ പുറത്ത് പിടിക്കുക. എന്നിട്ട് നേരെ കൈപ്പത്തി തിരിക്കുക. അന്നേരവും കൈമുട്ട് മടങ്ങാതെ കൈയുടെ മസിൽ ചെവിയോട് ചേർന്ന് നിൽക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാൽ വിരലിൽ പൊങ്ങുകയാണ്. അപ്പോഴും നമ്മുടെ വയറ് ഉദരഭാഗം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കണം, പക്ഷേ നെഞ്ച് നൂർന്ന് വിരിഞ്ഞിരിക്കണം. അതുപോലെ പിൻഭാഗത്തെ മസിൽ, കാലിൻ്റെ മസിൽ മുകളിലോട്ട് വലിഞ്ഞു വേണം നിൽക്കാൻ. നോട്ടം നേരെ. അപ്പം മുഖത്തൊരു പ്രസന്നത ഉണ്ടാവണം, ചെറിയ പുഞ്ചിരി. ഉപ്പൂറ്റി പതുക്കെ താത്ത് വെച്ചു. അവിടെ ചിലപ്പോൾ ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ ചെറിയൊരു ജർക്കിങ് വരും. ആ സമയത്ത് ഉപ്പൂറ്റി താത്ത് വെച്ചു. കൈകൾ തൊഴുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഒരു ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈ വിടർത്തി. അന്നേരം കൈ മലർന്ന് തന്നെ ഇരിക്കട്ടെ. ഇവിടെ കൊണ്ടുവന്നു. കൈ പത്തികൾ കമഴ്ത്തി ശരീരത്തോട് ചേർത്ത് വെച്ചു. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞു നട്ടെല്ല് നൂർന്നിരിക്കണം. നട്ടെല്ലിലെ പേശികൾക്ക്, അതിൻ്റെ ഞരമ്പുകൾക്ക് നല്ല വലിവ് ലഭിക്കും. ഉദരഭാഗത്തിന് നല്ല വ്യായാമം കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കും, മലശോധന ഉണ്ടാവും. ആ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റും. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ഈ വ്യായാമങ്ങളൊക്കെ ഈ യോഗ ചെയ്യുന്നതിന് മുന്നേ, യോഗാസനം ചെയ്യുന്നതിന് മുന്നേ ശീതളീകരണ വ്യായാമം ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, അതിനുത്തരം പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരടുത്ത ഭാഗത്തിനായി വീണ്ടും കാത്തിരിക്കാം. നന്ദി, നമസ്തേ.